ഇനി ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയിലെ ഫെബ്രുവരി റവല്യൂഷനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് അവിടെ അലക്സാണ്ടർ കെറൻസ്കി, അദ്ദേഹം മെൻഷെവിക്കിൻ്റെ നേതാവാണ്, മൈനോറിറ്റിയുടെ നേതാവാണ് അലക്സാണ്ടർ കെറൻസ്കി. അപ്പോൾ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലുണ്ടായപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം അവിടുത്തെ ബോൾഷെവിക്സ് അവിടെ ഉണ്ട്, മജോറിറ്റി അവിടെ ഉണ്ട്, അവരൊരിക്കലും ഇതിനെ അക്സെപ്റ്റ് ചെയ്യില്ല. അങ്ങനെ വന്നപ്പോൾ ഇനി ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് ഡിഡ് നോട്ട് അപ്രൂവ് ഓഫ് പ്രൊവിഷണൽ ഗവൺമെൻറ്. എന്നാൽ ഈ സോവിയറ്റ്സിലുള്ള അവിടെ ജനങ്ങളിൽ തന്നെ ഒരു വിഭാഗം ഇതിനെ അപ്രൂവ് ചെയ്തില്ല, ഈ പ്രൊവിഷണൽ ഗവൺമെൻറ്, ഈ പ്രാദേശിക ഭരണ സംവിധാനത്തിനെ അംഗീകരിച്ചില്ല. വ്ളാഡിമിർ ലെനിൻ, ഹു ഹാഡ് ബീൻ സ്വിറ്റ്സർലൻഡ്, കെയിം റഷ്യ ആൻഡ് സ്ട്രോങ്ലി ഓപ്പോസ്ഡ് ദ പ്രൊവിഷണൽ ഗവൺമെൻറ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ലെനിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സ്വിറ്റ്സർലൻഡിലായിരുന്നു ഈ സമയത്ത്. അദ്ദേഹം അതിനുശേഷം റഷ്യയിലേക്ക് മടങ്ങി വരികയും അദ്ദേഹം ഈ പ്രാദേശിക ഭരണ സംവിധാനത്തെ ശക്തമായി എതിർക്കുകയും ചെയ്തു. Then he argued that the entire power should be transferred to the Soviets if they were realized the aims of the revolution. Bolsheviks and Soviets supported him. അപ്പോൾ അദ്ദേഹം വരികയും അദ്ദേഹത്തിൻ്റെ ബോൾഷെവിക്, അവിടുത്തെ മെജോറിറ്റീസ് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുകയും ചെയ്തു, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തു. They propagated that only the protection, that is workers government could eradicate centuries old economic backwardness and inequality. They put forward several demands. അപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്, സാധാരണക്കാരായ ജനങ്ങൾ പണ്ട് മുതലേ വളരെ പിന്നോക്ക അവസ്ഥയാണ് അനുഭവിക്കുന്നത് റഷ്യയിൽ. അപ്പോൾ അവരെ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറേ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ: വിഡ്രോ റഷ്യൻ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ, ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറുക. രണ്ടാമതെന്ന് പറഞ്ഞാൽ സെയ്സ് ദ ലാൻഡ് ഓൺഡ് ബൈ ദ ലോർഡ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ഫാമേഴ്സ്. ഈ ഭൂപ്രഭുക്കന്മാരുടെ കൈകളിലും മറ്റും ഇനിയും ഭൂമികളെല്ലാം തിരിച്ചു പിടിക്കുകയും അത് ആർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ലാൻഡ്ലെസ് പേഴ്സൺസ് അല്ലെങ്കിൽ ഭൂമിയില്ലാത്ത കർഷകർക്കായിട്ട് വിതരണം ചെയ്യുക. മേക്ക് ഫാക്ടറീസ് പബ്ലിക് പ്രോപ്പർട്ടി, കൃഷി, അതായത് ഈ തൊഴിൽ സ്ഥലങ്ങളും ഫാക്ടറികളും ഒക്കെ തന്നെ എന്ത് ചെയ്യുക, പബ്ലിക് പ്രോപ്പർട്ടി ആക്കുക, ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സംവിധാനമാക്കി മാറ്റുക. അങ്ങനെ In October 1917, the Bolsheviks organized an armed rebellion against the provisional government. ഈ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് എന്ന് പറയുന്ന ആരുടെ നേതൃത്വത്തിലാണ്? അലക്സാണ്ടർ കെറൻസ്കി. അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറഞ്ഞാൽ മെൻഷെവിക്കാണ്, അതായത് മൈനോറിറ്റിയിലുള്ള ആളാണ്. അപ്പോൾ അവർക്കെതിരെ ഈ ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോൾഷെവിക്സ് അല്ലെങ്കിൽ മെജോറിറ്റി ഓർഗനൈസ്ഡ് ആംഡ് റെബലിയൻ, ഒരു സായുധ സമരം തുടങ്ങി. എന്ന് പറഞ്ഞാൽ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു സമരം ആരംഭിച്ചു. കെറൻസ്കി ഫ്ലഡ് ഫ്രം ദ കൺട്രി. അവസാനം ഈ ലെനിൻ്റെയൊക്കെ സമര പരിപാടിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഈ അലക്സാണ്ടർ കെറൻസ്കി കഴിഞ്ഞില്ല. അദ്ദേഹം ഫ്ലഡ് ചെയ്തു, അദ്ദേഹം അവിടുന്ന് പലായനം ചെയ്തു, ഒളിച്ചോടി. ഫ്രം ദ കൺട്രീസ് ആൻഡ് റഷ്യ, അദ്ദേഹം റഷ്യയിൽ നിന്നും അദ്ദേഹം പലായനം ചെയ്തു, അദ്ദേഹം ഒളിച്ചോടുകയും കെയിം അണ്ടർ ദ കൺട്രോൾ ഓഫ് ബോൾഷെവിക്സ്. അങ്ങനെ ഇദ്ദേഹം പോയതോടുകൂടി ഈ റഷ്യയുടെ ഭരണം ആരുടെ കയ്യിലായി? ഈ ബോൾഷെവിക്കുകളുടെ കൈകളിലായി. ദിസ് ഈവൻറ്റ് ത്രൂ വിച്ച് ദ ബോൾഷെവിക്സ് അറ്റൈൻഡ് പവർ ഈസ് നോൺ ആസ് ഒക്ടോബർ റവല്യൂഷൻ. അപ്പോൾ ഇതിനറിയപ്പെടുന്ന ഒക്ടോബർ റവല്യൂഷനാണ്. കാരണം റഷ്യൻ കലണ്ടറിൽ ഇതാണ് ആസ് പെർ ദ റഷ്യൻ കലണ്ടർ അനുസരിച്ച് ഇത് ഒക്ടോബർ മാസമായതുകൊണ്ട് അതിന് ഒക്ടോബർ റവല്യൂഷൻ എന്നാണ് അറിയപ്പെട്ടത്. അപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞത് ഈ ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറയുന്നത് ബോൾഷെവിക്കുകാർ അധികാരത്തിലെടുക്കുന്നതും ഫെബ്രുവരി റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ മെൻഷെവിക്ക് അധികാരത്തിലേറുന്നത് അല്ലെങ്കിൽ അവിടെ ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് കൊണ്ടുവരുന്നതുമാണ് റഷ്യയിൽ. റഷ്യയിൽ രണ്ട് ഭരണ സംവിധാനവും ഒന്ന്. ആദ്യം വരുന്നത് മെൻഷെവിക്ക്, മൈനോറിറ്റിയാണ്, പക്ഷേ അത് അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിലാണ് വരുന്നത്, അതാണ് ഫെബ്രുവരി റവല്യൂഷൻ. പിന്നീട് നമ്മൾ പറഞ്ഞ ഈ ലെനിനും മറ്റുമൊക്കെ വരികയും അതിനെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആംഡ് സ്ട്രഗിൾ തുടങ്ങുകയും അവസാനം അലക്സാണ്ടർ കെറൻസ്കി അവിടെ നിന്ന് പലായനം ചെയ്യപ്പെടുകയും അങ്ങനെ ആ പ്രദേശം ആരുടെ കൈകളിലാവുകയും ചെയ്തു? ഈ പറയുന്ന ബോൾഷെവിക്കിൻ്റെ കൈകളിലാവുകയും അതിനെ അറിയപ്പെടുന്ന ഒക്ടോബർ റവല്യൂഷൻ എന്നാണ്, ഒക്ടോബർ വിപ്ലവം എന്നാണ് അവർ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇനി റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ടുകൾ എന്തൊക്കെയാണ്? റഷ്യൻ റവല്യൂഷൻ മൂലമുള്ള ലോകത്തുണ്ടായിട്ടുള്ള ഫലങ്ങൾ പ്രധാനമായിട്ടും റഷ്യ വിഡ്രോ ഫസ്റ്റ് വേൾഡ് വാർ. ഈ സമരപരിപാടികൾക്ക് ശേഷം റഷ്യ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറി. സൈസ് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പേഴ്സൺസ്, ഈ ഭൂമി പിടിച്ചെടുത്ത് ഭൂമിയില്ലാത്ത കർഷകർക്കായിട്ട് വിതരണം ചെയ്തു. ഗീവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ, കൂടുതലും പൊതുമേഖലയ്ക്ക്, അതായത് ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ള മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. എന്ന് പറഞ്ഞാൽ പ്രൈവറ്റിനെക്കാട്ടിയും കൂടുതലും പബ്ലിക്കിനാണ് ഇമ്പോർട്ടൻസ് നൽകിയത്. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഒരു കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി. അച്ചീവ്ഡ് ഡെവലപ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് എക്കോണമി, അതായത് ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും സമ്പത്തിലും ഒക്കെ പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ കൊണ്ടുവന്നു. അതിനുശേഷം അവർ 5 ഇയർ പ്ലാൻസ് ഒക്കെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതൊക്കെ അഡോപ്റ്റ് ചെയ്താണ് നമ്മുടെ ഇന്ത്യയും പിന്നീട് 5 ഇയർ പ്ലാൻസ് ഒക്കെ ഇന്ത്യ ഇൻഡിപെൻഡൻസ് ശേഷം അഡോപ്റ്റ് ചെയ്തത്. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ 1924, ഒരു പുതിയ ഭരണ സംവിധാനം 1924 നിലവിൽ വരുന്നു.
The Soviet Socialist Republic was formed controlling the different Soviet Republic. അതായത് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് USSR എന്ന് പറയുന്ന ഒരു രാജ്യമായിട്ട് അത് മാറി. പല സോവിയറ്റുകളെയും അല്ലെങ്കിൽ അവിടെ കിടന്ന പല പ്രദേശങ്ങളെയും ഒരുമിപ്പിച്ച് ചേർത്ത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് USSR എന്ന് പറയുന്ന ഒരു രാജ്യമായി മാറി. അത് പിന്നീട് 1991 ഒക്കെ ആയപ്പോഴത്തേ അത് ഡിസിൻറ്റഗ്രേറ്റഡ് ചെയ്തു, പലതും മാറി. ഇന്ന് അതിൻ്റെ ഒരു പ്രോമിനൻറ്റ് കൺട്രിയാണ് റഷ്യ എന്ന് പറയുന്നത്. ദെൻ സ്പ്രെഡ് സോഷ്യലിസ്റ്റ് ഐഡിയാസ് ആൾ ഓവർ ദ വേൾഡ്. സോഷ്യലിസം എന്ന് പറയുന്ന ആശയം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് എക്കോണമിയാണ്. ഇന്ത്യ മിക്സഡ് എക്കോണമിയാണ്, ക്യാപിറ്റലിസം അമേരിക്ക. പക്ഷേ റഷ്യ സോഷ്യലിസ്റ്റ് ആശയങ്ങളായിരുന്നു അന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ എല്ലാം ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിലാണ്, പബ്ലിക് വെൽഫെയർ ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട മോട്ടോ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജിയാണ് റഷ്യക്കുണ്ടായിരുന്നത്. അങ്ങനെ ഉള്ള ഇതൊക്കെ റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ്? റഷ്യ വിഡ്രോ the First World War, seized out of the land and distributed among the peasants, give importance to public sector, introduced centralized planning, achieved develops in the field of science, technology and economy. New constitution came to force in 1924. Union Soviet Socialist Republic was formed controlling the different Soviet republic. Spread of socialist ideas all over the world. ഇതെല്ലാം നമ്മുടെ ഈ റഷ്യൻ റവല്യൂഷൻ്റെ റിസൾട്ട്. ഇനി ഇതിൽ നമുക്ക് ഒരെണ്ണം കൂടെ പഠിക്കാനുണ്ട്, ചൈനീസ് റവല്യൂഷൻ, ചൈനീസ് വിപ്ലവം. ഇനി ചൈനയെക്കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ ചൈന എന്ന് പറയുന്നത് പണ്ട് കാലത്ത് യൂറോപ്യന്മാരുടെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം, പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു ചൈന എന്ന് പറയുന്നത്. ചൈനയിൽ പലതരത്തിലുള്ള വ്യാപാരത്തിലൂടെ യൂറോപ്യൻ പവറുകൾ വളരെയധികം വരുമാനം ഉണ്ടാക്കിയിരുന്നു. അതിൽ പ്രധാനമായിട്ടും ചൈനീസ് സിൽക്ക്, ടീ, പിന്നെ അതോടൊപ്പം തന്നെ പല സാധനങ്ങൾ, ഓപ്പിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രഗാണ്, കറുപ്പെന്ന് നമ്മൾ പറയും. അതുമൂലമൊക്കെ ചൈനയിൽ നിന്ന് യൂറോപ്യന്മാർ ധാരാളം വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എന്താ, ഈസ്റ്റ് വെയിൽ ദെയർ ബൈ ഗ്രേറ്റ് ഡിമാൻഡ് ആൾ ഓവർ ദ യൂറോപ്പ്. ചൈന ഗെയിൻഡ് ഹ്യൂജ് പ്രോഫിറ്റ് ത്രൂ എക്സ്പോർട്ട് ടു ദീസ് ഐറ്റംസ്. അപ്പം ഈ ചൈന ഇത് പല സാധനങ്ങളും പല രാജ്യങ്ങളിലെയും കയറ്റി അയച്ചിരുന്ന് വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, വളരെയധികം ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. There was nothing to importance China from Europe. As a result of the European traders suffered great loss. The remedy of this loss, Britain traders imported opium and intoxicant to the China. This affected the Chinese trade and its consumption made Chinese people mentally imbalanced. The result in the economic and mental subjugation of the Chinese. ഇപ്പോൾ ചൈന പല സാധനങ്ങളും പല സ്ഥലങ്ങളിലെയും കയറ്റി അയച്ച് വളരെയധികം വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ അവർ സാമ്പത്തികമായിട്ട് വളരെ ഉയർച്ചയിലേക്ക് എത്തിയ സമയത്ത് ബ്രിട്ടൻ അവിടേക്ക് ഓപ്പിയം അല്ലെങ്കിൽ കറുപ്പ് എന്ന് പറയുന്ന ലഹരി വസ്തു ഇറക്കുകയും ഇത് ചൈനയിലെ ആൾക്കാർ വളരെയധികം ഉപയോഗിക്കുകയും അവരുടെ ബിസിനസ്സിലും മറ്റൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവരുടെ മെൻ്റലി ഇംബാലൻസ്ഡായി, മാനസികമായിട്ട് അവർ തകരുകയും അത് അവരുടെ രാജ്യത്തിൻ്റെ സാമ്പത്തികത്തെ വളരെയധികം ബാധിക്കുകയൊക്കെ തന്നെ ചെയ്തു. ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മൾ ചൈനയിൽ നിന്നാണ് ഈ COVID-19 അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന വൈറസ് വന്നതായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ചൈനയിൽ നിന്നും വന്ന ഈ വൈറസ് ഇന്ന് ലോകത്തെ എല്ലാ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം ബാധിച്ചിരിക്കുകയാണ് അല്ലേ. കാരണം ഈ ജനങ്ങൾക്കൊന്നും ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, രാജ്യത്തിലെ മരണസംഖ്യ കൂടുന്നു, ജനങ്ങൾക്ക് എല്ലാവർക്കും പേടിച്ചാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് വഴിയൊരുക്കിയ ഈ ഒരു ചെറിയൊരു വൈറസാണ്. അപ്പോൾ അതേപോലെ അന്നത്തെ ഒരു അവസ്ഥയിൽ ഈ പറയുന്ന ഓപ്പിയം എന്ന് പറയുന്ന ഈ ഡ്രഗ്സ് ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്തപ്പോൾ അതവിടുത്തെ ചൈനയിലെ ആൾക്കാർ കൂടുതൽ ഉപയോഗിക്കുകയും അവർ മെൻ്റലി ഇംബാലൻസ്ഡ് ആവുകയും അതവരുടെ എക്കണോമിക് കണ്ടീഷനെ വളരെയധികം ബാധിക്കുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടാക്കിയെടുത്ത മറ്റൊരു പോളിസിയായിരുന്നു ഓപ്പൺ ഡോർ പോളിസി, തുറന്ന വാതിൽ നയം എന്ന് പറയും. ഈ ഓപ്പൺ ഡോർ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദ എൻഡ് ഓഫ് ദ 19th century സെവറൽ യൂറോപ്യൻ കൺട്രീസ് അക്വയർഡ് ദ ട്രേഡ് പ്രിവിലേജസ് ഇൻ ചൈന. 18ാം നൂറ്റാണ്ടിൻ്റെ പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് 19ാം നൂറ്റാണ്ടിൻ്റെ പകുതിയൊക്കെ ആയപ്പോഴത്തേക്ക് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്ക് ധാരാളം യൂറോപ്യൻ ശക്തികൾ എന്ത് ചെയ്തു, ചൈനയിലെ പല ഭാഗങ്ങളിലും അധികാരം പിടിച്ചെടുത്തു. ദെൻ അമേരിക്കൻ കുഡ് നോട്ട് അക്വയർ ദ പ്രിവിലേജസ് ആസ് ദ നോട്ട് കോൺസെൻട്രേറ്റഡ് അബൌട്ട് ചൈന അറ്റ് ദാറ്റ് ടൈം. പക്ഷേ ആ സമയത്ത് അമേരിക്കയ്ക്ക് ഇതിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞില്ല ഈ ചൈനയിൽ. അങ്ങനെ വന്നപ്പോൾ അവരവിടെ പുതിയൊരു നയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ പേരാണ് ഓപ്പൺ ഡോർ പോളിസി. ഇതനുസരിച്ച് ആർക്ക് വേണമെങ്കിലും ചൈനയിൽ എവിടെയും കച്ചവടം നടത്താം എന്നുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നൊരു നിയമമായിരുന്നു ഇത്. ഇതുവഴി എല്ലാ രാജ്യങ്ങളും ചൈനയിൽ സ്വതന്ത്രമായിട്ട് കച്ചവടം നടത്താൻ തുടങ്ങി. അതാണ് ഓപ്പൺ ഡോർ പോളിസിയുടെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെ ചൈനയുടെ എക്കണോമിക് കണ്ടീഷൻ വളരെ സിവിയർ ആകുന്നതിന്, വളരെ പുവർ ആകുന്നതിന് വഴിയൊരുക്കിയ സംഭവങ്ങളാണ് ഈ ഓപ്പൺ ഡോർ പോളിസിയും ഓപ്പിയം ട്രേഡും ഒക്കെ തന്നെ. അപ്പോൾ ഇനി ചൈനയിൽ നിലനിന്നിരുന്ന രാജവംശങ്ങളെക്കുറിച്ചും അവിടുത്തെ സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ ഇനി പറയും. The Manchu dynasty in China favored the foreign interference and domination. Some secret organizations in
ചൈന റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ഇൻ 1900. അപ്പോൾ മഞ്ചു ഡൈനാസ്റ്റി, ചൈനയിലെ ഒരു പഴയകാല സംസ്കാരം അല്ലെങ്കിൽ ഒരു രാജവംശമായിരുന്നു മഞ്ചു ഡൈനാസ്റ്റി ഇൻ ചൈന ഫേവേർഡ് ദ ഫോറിൻ ഇൻ്റർഫിയൻസ് ആൻഡ് ഡോമിനേഷൻസ്. അപ്പോൾ അവർ കൂടുതലായിട്ടും വിദേശ രാജ്യങ്ങളുടെ വരവിനെയും അവരുടെ ആധിപത്യങ്ങളെയൊക്കെ വളരെ ഫേവർ ചെയ്തിരുന്ന ഒരു രാജവംശമായിരുന്നു മഞ്ചു. സം സീക്രട്ട് ഓർഗനൈസേഷൻ ചൈന റിവോൾട്ടഡ് അഗെയിൻസ്റ്റ് ഇറ്റ് ഇൻ 1900. എന്നാൽ ഈ മഞ്ചു രാജവംശത്തിൻ്റെ ഈ വിദേശ രാജ്യങ്ങളോടുള്ള ഈ അടുപ്പത്തിനെതിരെ ചൈനയിൽ തന്നെ ഉണ്ടായിരുന്ന പല രഹസ്യ സംഘടനകളും എതിർത്തു. ദ എംബ്ലം ഓഫ് ദീസ് ഓർഗനൈസേഷൻസ് വാസ് ദ ബോക്സേഴ്സ് ഫസ്റ്റ്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു വിഭാഗമായിരുന്നു ബോക്സേഴ്സ്. അതായത് അന്ന് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിസ്റ്റിംഗ് മെത്തേഡായിരുന്നു ബോക്സിങ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തവരായിരുന്നു ബോക്സേഴ്സ്. അപ്പോൾ അവർ നടത്തിയ റെവല്യൂഷനെ അറിയപ്പെടുന്ന ബോക്സർ റെബലിയൻ എന്നായിരുന്നു ബോക്സേഴ്സ്. പക്ഷേ ഇതൊക്കെ ചൈനയിൽ നടത്തിയ അൺസക്സസ്ഫുൾ അറ്റംപ്റ്റുകളായിരുന്നു. ചൈനയിലെ ജനങ്ങൾ നടത്തിയ, സാധാരണക്കാരായ ജനങ്ങൾ നടത്തിയ വളരെ അൺസക്സസ്ഫുൾ ആയിട്ടുള്ള അറ്റംപ്റ്റുകളായിരുന്നു, വിജയിക്കാത്ത ശ്രമങ്ങളായിരുന്നു ഈ ബോക്സർ റെബലിയനൊക്കെ. ദോ ദിസ് റെബലിയൻ വാസ് എ ഫെയിലുവർ. എന്നാൽ ഈ റെബലിയൻ പരാജയപ്പെട്ടു. ഇറ്റ് സ്റ്റിമുലേറ്റഡ് ദ റെവല്യൂഷൻസ് ടു കെയിം അപ്പ് ലേറ്റർ. പിന്നീട് റെവല്യൂഷണറീസിനെയൊക്കെ തന്നെ അതിൽ പിടിക്കപ്പെടുകയൊക്കെ തന്നെ ഉണ്ടായത്. അപ്പോൾ ഈ രഹസ്യമായിട്ടുള്ളൊരു സമര പരിപാടിയൊക്കെ ആയിരുന്നു നടത്തിയിരുന്നത്. ഇത് മഞ്ചു ഡൈനാസ്റ്റിക്ക് എതിരെയായിരുന്നു നടന്നത്. In 1911 another revolution took place under the leadership of Dr. Sun Yat-sen. അതിനുശേഷം 1911 ആയപ്പോൾ മറ്റൊരു വിപ്ലവം ചൈനയിലുണ്ടായി. അത് ഡോക്ടർ സൺ യാറ്റ്സൺ എന്ന് പറയുന്ന ആളിൻ്റെ നേതൃത്വത്തിലാണ്. ഇതും നേരത്തെ നമ്മൾ പറഞ്ഞ മഞ്ചു ഡൈനാസ്റ്റിക്ക് എതിരെയായിരുന്നു, മഞ്ചു രാജവംശത്തിനെതിരെയായിരുന്നു ഈ സമരം നടത്തിയത്. ദിസ് ഡെഡ് ദ മൊണാർക്കി ഇൻ ചൈന. അതായത് ഇതോടുകൂടി ഈ മഞ്ചു ഡൈനാസ്റ്റി എന്ന് പറയുന്ന ആ ഒരു മൊണാർക്കി, ഏകാധിപത്യ ഭരണം അവസാനിച്ചു. ദ എൻഡഡ് മൊണാർക്കി ഇൻ ചൈന. ആഫ്റ്റർ ദ റെവല്യൂഷൻ, ഈ 1911 ഈ സൺ യാറ്റ്സന്റെ നേതൃത്വത്തിലുള്ള സമരത്തിന് ശേഷം കൊമിങ്താങ് പാർട്ടി എസ്റ്റാബ്ലിഷ്ഡ് എ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ് ഇൻ സദേൺ ചൈന അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സൺ യാറ്റ്സൺ. അപ്പോൾ സൺ യാറ്റ്സണിൻ്റെ പാർട്ടിയായിരുന്നു കൊമിങ്താങ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരാണ് കൊമിങ്താങ്. അപ്പോൾ കൊമിങ്താങ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സൺ യാറ്റ്സൺ എന്ത് ചെയ്തു? ചൈനയിൽ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം നിലയുറപ്പിച്ചു. അപ്പോൾ അതിന് മുമ്പൂടെ ഭരിച്ചിരുന്നവർ മഞ്ചു ഡൈനാസ്റ്റി ആയിരുന്നു. മഞ്ചു ഡൈനാസ്റ്റിയെ തകർത്തുകൊണ്ടാണ് ആരധികാരത്തിൽ വരുന്നത്? ഈ പറയുന്ന സൺ യാറ്റ്സൺ. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേരെന്താണ്? കൊമിങ്താങ്. ഹി ഡിക്ലെയർഡ് ദ മിലിറ്ററി. അപ്പം കൊമിങ്താങ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം വരുന്നത്. ടു ഗേവ് ഇമ്പോർട്ടൻസ് ടു ഐഡിയോളജീസ് ലൈക്ക് നാഷണലിസം, ഡെമോക്രസി ആൻഡ് സോഷ്യലിസം. ഇപ്പോൾ ഇദ്ദേഹം കൊടുത്ത ചില ആശയങ്ങളെ മുൻനിർത്തിയാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന ദേശീയത, ജനാധിപത്യം, സാമൂഹികരണം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്ന 3 ആശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹം ഭരണം നടത്തിയത്. ഹി ഡിസൈഡഡ് ദ nullified and unjust treaties signed with the foreign countries and wanted the maintain equality with the western countries. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? മുമ്പ് മഞ്ചു ഡൈനാസ്റ്റീസും മറ്റുമൊക്കെ ആയിട്ടുണ്ടായിരുന്ന പല അൺജസ്റ്റ് ട്രീറ്റീസ്, പല ഉടമ്പടികളും ഒക്കെ തന്നെ എന്ത് ചെയ്തു? ഫോറിൻ രാജ്യങ്ങളും ഹി ഡിസൈഡ് ടു അൺജസ്റ്റ് ട്രീറ്റീസ് സൈൻഡ് വിത്ത് ഫോറിൻ കൺട്രീസ് ആൻഡ് വാണ്ടഡ് ടു മെയിൻറ്റെയിൻ ഇക്വാളിറ്റി ഇൻ വെസ്റ്റേൺ കൺട്രീസ്. അപ്പോൾ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസും വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ടും ഒക്കെ ഇതിനും പല സൈനികളൊക്കെ ഇട്ട് അവരുമായിട്ട് ട്രേഡ് റിലേഷൻസൊക്കെ എഗ്രിമെൻറ്റുകൾ ഉണ്ടാക്കി. ദ കൊമിങ്താങ് റിപ്പബ്ലിക് അഡോപ്റ്റഡ് മെഷേഴ്സ് ഫോർ ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ കൊമിങ്താങ് പാർട്ടി കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത് കൃഷിക്കും വ്യവസായത്തിനുമൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് മറ്റു രാജ്യങ്ങളുമായിട്ട് പല ഉടമ്പടികളും ഒക്കെ സൈൻ ചെയ്തത്. ചൈന റിസീവ്ഡ് അസിസ്റ്റൻസ് ഇൻ റഷ്യ ഇൻ വേരിയസ് ഫീൽഡ് ആൻഡ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. അപ്പോൾ പല സമയത്തും ആദ്യ കാലഘട്ടങ്ങളിൽ ചൈന റഷ്യയുമായിട്ട് അല്ലെങ്കിൽ ചൈനയെ റിസീവ്ഡ് അസിസ്റ്റൻസ്, പലതരത്തിലുള്ള സഹായവും റഷ്യയിൽ നിന്നും ചൈനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ദെൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വാസ് ഫോംഡ്. അങ്ങനെ അതിനുശേഷം ചൈനയിലെ ഈ കൊമിങ്താങ് പാർട്ടിയെ ശേഷം അവരുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഈറ്റില്ലമാണ് ചൈന. അത് ഫോം ചെയ്തു. ഇൻ ദ ബിഗിനിങ് ദ കൊമിങ്താങ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് കോഓപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ആദ്യകാലത്ത് ഈ കൊമിങ്താങ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടി വളരെയധികം സഹകരിച്ചാണ് ചൈനയിൽ പ്രവർത്തിച്ചത്. The Kuomintang and Communists cooperated with each other, but the cooperation was disturbed. The Chiang Kai-shek became the head of the republic following the death of Sun Yat-sen. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ കൊമിങ്താങ് പാർട്ടിയുടെ നേതാവായിരുന്നു സൺ യാറ്റ്സൺ. എന്നാൽ സൺ യാറ്റ്സൻ്റെ മരണശേഷം ചിയാങ് കൈഷക്ക് അദ്ദേഹത്തിന് ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയും അവരുടെ ആശയങ്ങളുമായിട്ടും ഒക്കെ തന്നെ എന്ത് ചെയ്തു? ഹെഡ് ഓഫ് ദ റിപ്പബ്ലിക് ഫോളോയിങ് ദ ഡെത്ത് ഓഫ് സൺ യാറ്റ്സൻ്റെ മരണത്തിന് ശേഷം വന്ന ഭരണാധികാരിയെ സന്യാസന് മരണത്തിന് ശേഷം ചിയാങ് കൈഷക്ക് വരുന്നു. ഈ ചിയാങ് കൈഷക്കിന് ഇവരുടെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരുന്നു. അങ്ങനെ ദ ചിയാങ് കൈഷക്ക് അസേർട്ടിങ് മിലിറ്ററി ഓട്ടോക്രസി ഇൻ ചൈന.
ചിയാങ് കൈഷക്ക് എന്ത് ചെയ്തു? ഒരു സൈനിക ഭരണ സംവിധാനം ചൈനയിൽ കൊണ്ടുവന്നു. ചിയാങ് കൈഷക്ക് സൈനികമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടെ ജനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്ത തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നു. ഹി ഗേവ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഫോറിൻ പവേഴ്സ് ടു ഇൻക്ലൂഡിങ് അമേരിക്ക ടു ഫ്രീലി ഇൻ്റർഫിയർ ചൈന ടു ഡിഡ് നോട്ട് കോപ്പറേറ്റ് വിത്ത് കമ്മ്യൂണിസ്റ്റ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ ഉൾപ്പെടുത്താതെ തന്നെ ചൈനയിൽ എവിടെയും കച്ചവടം നടത്തുന്നതിനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഈ ചിയാങ് കൈഷക്ക് അമേരിക്ക ഉൾപ്പെടുന്ന പല രാജ്യങ്ങൾക്കും നൽകി. വലിയ ഫോറിൻ പവേഴ്സിന്, വലിയ വലിയ ശാക്തിക രാജ്യങ്ങൾക്കൊക്കെ നൽകി. കോൾ ആൻഡ് അയൺ ഇൻഡസ്ട്രീസ്, ബാങ്കിങ് ആൻഡ് ഫോറിൻ ട്രേഡ് വെയർ ആൾ കൺട്രോൾഡ് ബൈ ഫോറിൻ കൺട്രീസ്. അങ്ങനെ ചൈനയിലെ പ്രധാനപ്പെട്ട വ്യവസായ യൂണിറ്റുകളൊക്കെ വിദേശ രാജ്യങ്ങളുടെ കൈകളിലായി. അതിൽ പ്രധാനമായിട്ട് കോൾ, കൽക്കരി, അയൺ, ഇരുമ്പുരുക്ക് വ്യവസായം, ബാങ്കിങ് മേഖല, പിന്നെ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കച്ചവട ബന്ധങ്ങളൊക്കെ തന്നെ പ്രധാനമായിട്ടും ആരുടെ നിയന്ത്രണത്തിലായി? വിദേശ രാജ്യങ്ങളുടെ കൈകളിലായി. ദ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദ പോളിസി ഓഫ് ചിയാങ് കൈഷക്. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ, അവർ ഈ ചിയാങ് കൈഷക്കിൻ്റെ, ഈ കൊമിങ്താങ് പാർട്ടിയുടെ നേതാവായ ചിയാങ് കൈഷക്കിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എതിർത്തു. ദേ വെയർ ബ്രൂട്ടലി സപ്രസ്ഡ്. പക്ഷേ ഈ എതിർപ്പിനെല്ലാം ഈ ചിയാങ് കൈഷക്ക് വളരെ മൃഗീയമായിട്ട് അടിച്ചമർത്തി. അറ്റ് ദ ടൈം ഓഫ് ദ മാവോ സെ തൂങ് റോസ് ദ ലീഡർഷിപ്പ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് വരുന്ന നേതാവാണ് മാവോ സെ തൂങ്. ഈ മാവോ സെ തൂങ് വളരെ ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് വരുന്നു. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സെ തൂങ് എ ജേർണി സ്റ്റാർട്ടഡ് ഫ്രം കിയാങ്സി ഇൻ സൗത്ത് ചൈന. അദ്ദേഹം സൗത്ത് ചൈനയിലുള്ള കിയാങ്സി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഒരു യാത്ര ആരംഭിക്കുന്നു മാവോ സെ തൂങ്ങിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ഈ യാത്രയിലുടനീളം അവിടെ ഉണ്ടായിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ അവസ്ഥകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഈ യാത്ര ആരംഭിച്ചത്. ദ അഡ്വഞ്ചറസ് ട്രിപ്പ് എൻഡഡ് ദ യാനം ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. ചൈനയുടെ ഏകദേശം സൗത്തിൽ നിന്നും നോർത്തിലേക്കുള്ള പ്രദേശങ്ങൾ മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു. ദ അഡ്വഞ്ചറസ് ട്രിപ്പ് എൻഡഡ് യാനൻ ഇൻ നോർത്ത് വെസ്റ്റേൺ ചൈന. ത്രൂ ഔട്ട് ദ ജേണി, അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം they seized out the agriculture land and villages from the lords and distributed them among the farmers. ഈ ഭൂപ്രഭുക്കന്മാരും മറ്റും കൈവശപ്പെടുത്തിയിരുന്ന ഭൂമിയും മറ്റു വസ്തുക്കളും ഒക്കെ പിടിച്ചെടുക്കുകയും ഭൂമി ഇല്ലാത്ത കർഷകർക്കായിട്ട് അദ്ദേഹത്തിൻ്റെ യാത്രയിലുടനീളം അദ്ദേഹം ഇങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തെ മാവോ സെ തൂങ്ങിൻ്റെ പ്രവർത്തനം സാധാരണക്കാരായ ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. ദ ജേണി കവേർഡ് അറൗണ്ട് 12,000 കിലോമീറ്റർ, ഏകദേശം 12,000 കിലോമീറ്ററാണ് അവർ കവർ ചെയ്തത് യാത്ര. സോ ഇറ്റ് ഈസ് നോൺ ആസ് ലോങ് മാർച്ച്. ഇതിനറിയപ്പെടുന്ന ലോങ് മാർച്ച്. അപ്പോൾ ലോങ് മാർച്ച് നടത്തിയ ആരാണ്? മാവോ സെ തൂങ്. മാവോ സെ തൂങ് നടത്തിയ യാത്രയാണ് ലോങ് മാർച്ച്. ഹെൻസ് മാവോ സെ തൂങ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബിക്കെയിം ദ സിംബൽ ഓഫ് സ്ട്രഗിൾ ആൻഡ് ചൈനീസ് അഗെയിൻസ്റ്റ് ഫോറിൻ പവർ. അപ്പോൾ ക്രമേണ ഈ മാവോ സെ തൂങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങൾക്കെതിരെയുള്ള ഒരു സിംബലായിരുന്നു. ചൈനയിലെ ജനങ്ങളുടെ ഒരു സിംബൽ, ഒരു പ്രതിനിധിയായിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു മുഖമുദ്രയായിരുന്നു ഈ പറയുന്ന മാവോ സെ തൂങ്ങും അദ്ദേഹത്തിൻ്റെ ചൈനീസ് പാർട്ടി. ആർക്കെതിരെ എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും ഈ പറയുന്ന യൂറോപ്യൻ പവേഴ്സ് അല്ലെങ്കിൽ ഫോറിൻ പവേഴ്സിനെതിരെയായിരുന്നു. ചിയാങ് കൈഷക്ക് ഹാഡ് ടു സീക്ക് പൊളിറ്റിക്കൽ അസിലം ഇൻ ടു തൈവാൻ വെൻ ദ റെഡ് ആർമി ഓഫ് മാവോ സെ തൂങ് ക്യാപ്ചേർഡ് സെൻറ്റർ ഓഫ് കൊമിങ്താങ് റോഡ്. അപ്പോൾ കൊമിങ്താങ് പാർട്ടിയുടെ നേതാവായ ചിയാങ് കൈഷക്കിന് ആ സമയത്ത് അവിടെ നിലനിൽക്കാൻ കഴിയാതെ വരികയും അദ്ദേഹം തൈവാനിലേക്ക് പലായനം ചെയ്യുകയും ആ സമയം ചൈനയുടെ അധികാരം ആര് പിടിച്ചെടുക്കുന്നു? മാവോ സെ തൂങ് പിടിച്ചെടുക്കുകയും ചെയ്യുന്നു. കൊമിങ്താങ് പാർട്ടിയിൽ നിന്നും പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ അധികാരത്തിൽ വരുന്നു. ചൈന ബിക്കെയിം എ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ഇൻ ദ 1st October 1949 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മാവോ സെ തൂങ്. മാവോ സെ തൂങ്ങിൻ്റെ നേതൃത്വത്തിൽ 1949 ഒക്ടോബർ 1 ചൈന ഒരു പീപ്പിൾസ് റിപ്പബ്ലിക്കായിട്ട് മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ ചൈനയിലെ സമരത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയാനുള്ളത് ചൈനയിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡോക്ടർ സൺ യാറ്റ് സൺ 1911 സൺ യാറ്റ് സൻ്റെ നേതൃത്വത്തിൽ കൊമിങ്താങ് പാർട്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ ചിയാങ് കൈഷക്കാണ് അതിൻ്റെ ഭരണം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭരണം ജനങ്ങൾക്ക് വളരെ തൃപ്തിയില്ലായിരുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നു. അതിൻ്റെ പ്രോമിനൻ്റ് ലീഡറായിട്ട് വന്ന ആളാണ് മാവോ സെ തൂങ്. മാവോ സെ തൂങ് ലോങ് മാർച്ച് ഏകദേശം 12,000 കിലോമീറ്റർ നടന്ന് ജനങ്ങളുടെ ഭൂപ്രഭുക്കന്മാരുടെ കൈകളിലിരിക്കുന്ന ഭൂമിയൊക്കെ പിടിച്ച് സാധാരണക്കാരായ ആൾക്കാർക്ക് വിതരണം ചെയ്തു. ഇതിനെ മാവോ സെ തൂങ് നടത്തിയ ഈ യാത്രയെ ലോങ് മാർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മാർച്ചിലൂടെ അദ്ദേഹം നടത്തിയ സമര പരിപാടികളിലൂടെയൊക്കെയാണ് ചൈന 1949 എന്തായത്? പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറിയത്. ഒക്ടോബർ 1 പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പേരേതാണ്? ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, അല്ലേ? റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. അപ്പോൾ അതിൽ നമ്മൾ കുറേ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, ലാറ്റിൻ അമേരിക്ക, പിന്നെ റഷ്യ, ചൈന, അല്ലേ, അങ്ങനെ പല രാജ്യങ്ങളിലെയും സമര കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ സമരങ്ങളിലൂടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഏറെക്കുറെ ഒരേപോലെ ആയിരുന്നു. എല്ലാ രാജ്യങ്ങളിലും സമരങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങളും ജനങ്ങളുടെ, പ്രത്യേകിച്ച് കോമൺ പീപ്പിളിൻ്റെ സാഹചര്യം ഒരേപോലെയായിരുന്നു. അപ്പോൾ ഇതിനെതിരെ ലോകത്തെല്ലായിടത്തും പല സമര പരിപാടികളും നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പരിണിത ഫലം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ വിജയമായിരുന്നു എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. പ്രധാനമായിട്ടും ഇതിൽ പറയാനുള്ള കാര്യം ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കുക. വളരെ കൂടുതൽ സമയം ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് വായിച്ചിട്ട് ഇവിടെ തരുന്ന നോട്ടുകളും കാര്യങ്ങളൊക്കെ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.